സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനം തിരികെ നൽകിയിട്ടില്ല എങ്കിൽ ഞാൻ രാജിവെക്കും എന്ന് അദ്ദേഹം ചില ആളുകളോട് പറഞ്ഞതായ റിപ്പോർട്ടുകളുണ്ട്. BJP ഒരുങ്ങി നിൽക്കുകയാണോ സുധാകരൻ? ഇനിയുള്ള സുധാകരന് BJPക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ KVS ഹരിദാസ് പൂർത്തിയാക്കാറുണ്ടെങ്കിൽ പൂർത്തിയാക്കിക്കോളൂ. ഒറ്റ വാക്ക് KVS ഹരിദാസ് സുധാകരനെ പറ്റി പറഞ്ഞ കാര്യങ്ങളും സുധാകരൻ BJPയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. കണ്ണൂരിലൊരു KVS സമാസമം കോയിറച്ചി. അല്ല ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. പ്രകാശ് മാഷക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് പഴക്കമുള്ള കേസാണ്. 77 ജനതാ പാർട്ടിയുടെ കാലത്ത് 78-79 കാലഘട്ടത്തിൽ സുധാകരൻ താമസിക്കുന്ന എടക്കാടാണ്. നിങ്ങൾക്കൊക്കെ അറിയാലോ. എടക്കാട് സ്വന്തം വീട്ടിലേക്ക് സുധാകരന് പോകാൻ പറ്റുമായിരുന്നില്ല. അന്ന് KG മാരാർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് ജനതാ പാർട്ടിയുടെ. സുധാകരൻ എടക്കാട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ മാർക്സിസ്റ്റുകാർ സമ്മതിക്കുമായിരുന്നില്ല. കാരണം പേടിയാണ്. ചെന്നാൽ ഇവർ ശരിപ്പെടുത്തി കളയും എന്നുള്ളൊരു ഒരു ടെറർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് മാരാർജി എന്നെ ചോദിക്കുന്നുണ്ട് സുധാകരനോട്, എന്താ സ്ഥിതി? അവസാനം KG മാരാർ മുൻകൈ എടുത്തിട്ട് എടക്കാട് കൊണ്ടുപോയി പൊതുസമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ സുധാകരനെ കൊണ്ട് പ്രസംഗിപ്പിച്ചൊരു ചരിത്രം കൂടിയുണ്ട്. ഏത് കാലഘട്ടത്തിൽ? അത് ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിലാണ്. 77, 79, 80 കാലഘട്ടത്തിലെ അന്ന് വേറൊരു കാര്യം കൊണ്ടിട്ട് തലശ്ശ് ആണ് ഒന്നിച്ച് സുധാകരനെ തോപ്പിച്ചിട്ടാണ് KG മാരാർ ജനതാ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവവികാസ പ്രകാശ് മാഷ് പറഞ്ഞതിൻ്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞു. അങ്ങനെയുണ്ട് ചരിത്രം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകൾ ഇതൊരു പുതിയ കാര്യമാണോ നികേഷേ? പണ്ട് മുരളീധരൻ്റെ പഴയ പേട്ട പ്രസംഗം ഓർമ്മയില്ലേ? മുക്കാലിൽ കെട്ടി അടിക്കുന്ന ആന്റണിയെ കുറിച്ച് പറഞ്ഞത്. അത് മുതൽ എന്തെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഇനിയും ഞാൻ പറയാം, ഏറ്റവും ഒടുവിൽ ചെന്ന് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ സുധാകരൻ, VD സതീശൻ, KC വേണുഗോപാൽ പോര്. അതിൽ നമ്മളൊക്കെ കാണുന്നത് സുധാകരനും സതീശനും തമ്മിലാണ് പ്രശ്നമെന്നാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം ആരുടെയാ? ഈ രണ്ടുപേര് മാത്രമല്ല, മൂന്നാമതൊരാൾ കൂടിയുണ്ട്. അതും കേരള രാഷ്ട്രീയത്തിൽ കാണാതെ പോകാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് ഈ കോൺഗ്രസ്സുകാരുടെ രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ പോറ്റൂ. അവർക്ക് ആ പാർട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെക്കുറിച്ചാണ് KVS അവലോകനം ചെയ്യുന്നത്. അതിനോട് യോജിപ്പില്ലാത്തവരുണ്ട് ഈ പാനലിൽ 4 പേര്. ഞാനടക്കാണ്. അല്ല, എനിക്കതിൽ അഭിപ്രായ വ്യത്യാസം അല്ലല്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിനുള്ള അധികാരവും അവകാശമുണ്ട്. 2014-ലും 19-ലും നികേഷേ നമ്മൾ ഇതേ വിഷയം ഇരുന്ന് എത്ര വട്ടം എത്ര ചാനലിൽ എത്ര ചർച്ചകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നൊക്കെ നികേഷ് എടുത്ത 2014-ലെ BJP 2019 പുൽവാമ ബാലക്കോട്ട് വന്നതിന് ശേഷം അത്തരം ചർച്ചകൾക്ക് സാധ്യതയില്ലായിരുന്നു. 2024 കേവല ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്ന സംശയം വളരെ പ്രസക്തമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെയും ചില സൂചനകൾ കാണുമ്പോൾ. KVS പറ, എൻ്റെ ചോദ്യത്തിന് മറുപടി പറ. അതായത് സുധാകരനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? രാജേന്ദ്രനെയൊക്കെ ഏതാണ്ട് ദിനം തോറും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അല്ല നികേഷേ, ഈ സുധാകരൻ മാത്രമല്ല, കേരളത്തിലെ അടക്കം അനവധി കോൺഗ്രസ്സുകാർക്ക് അവസാനം BJPയിലേക്ക് വരേണ്ടി വരും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്ന കോൺഗ്രസ് പോലും ഉണ്ടാകില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ നമുക്കറിയാലോ. ബംഗാളിലും ത്രിപുരയിലും നിലയിലേക്ക് അവരെത്തി. അവിടെയൊക്കെ ഉണ്ടായിരുന്ന സഖാക്കന്മാരൊക്കെ വന്ന് ചേർന്നത് BJPയുടെ കൊടിക്കീഴിലേക്കാണ്.
CPM-ൻ്റെ ഓഫീസുകൾ പലതും BJP-യുടെ ഓഫീസായതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ കോൺഗ്രസ്സുകാർ ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ BJP ചേരുന്നുണ്ട്. അതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മാറി നിൽക്കാൻ പറ്റുമോ? തലക്കാലത്തേക്ക് മുട്ടുശാന്തി എന്ന നിലയിൽ ഓരോരോ നിലപാടുകൾ അവർക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏതായാലും കോൺഗ്രസിന്റെ സുധാകരൻ ഒരു പോരാളിയാണ്, വീരാളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്. അല്ലെന്ന് സുധാകരനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? ഈ പാനലിസ്റ്റുകളിൽ 3 പേര് കണ്ണൂരുകാരാണ്. പ്രകാശ മാഷുണ്ട്, ജേക്കബും കണ്ണൂർ ഒറിജിനുള്ള ആളാണ്, നിങ്ങളുണ്ട്, നികേഷും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്ക് സുധാകരനെ അറിയാമല്ലോ. എന്നേക്കാൾ നന്നായിട്ട് സുധാകരനെ അറിയുന്നവരും അറിയേണ്ടവരുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സംശയമില്ല, ഇവർക്കൊക്കെ ഒരു പോരാട്ട വീര്യമുണ്ട് മനസ്സിലൊക്കെ. ആ പോരാട്ട വീര്യം കോൺഗ്രസിനകത്ത് ഇതുപോലെ അപമാനിച്ച് ചവിട്ടി പുറത്താക്കിയാൽ സുധാകരൻ എന്ത് നിലപാടെടുക്കുമെന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? കോൺഗ്രസിനകത്ത് കടിച്ചു പൊങ്ങി കിടക്കുന്നത് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടി പോകാൻ കഴിയുമോ? ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ സാമാന്യ രാഷ്ട്രീയ ചിന്ത ഉള്ള ആൾക്കാർ വിലയിരുത്തേണ്ട കാര്യമല്ലേ? അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും ഇപ്പോൾ തൽക്കാലം പറയുന്നത്. Debate with MV Nikesh Kumar.